ടോപ്പ് 10 സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് ഇനി. 2004-ൽ ആഞ്ഞടിച്ച സുനാമിയിൽ കേരളത്തിൽ മാത്രം കിടപ്പാടം നഷ്ടപ്പെട്ടവരുടെ എണ്ണം ആയിരക്കണക്കിനാണ്. സുനാമി സ്പെഷ്യൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2562 വീടുകളാണ് സർക്കാർ നിർമ്മിച്ചു നൽകിയത്. എന്നാൽ കേരളത്തിനകത്തും പുറത്തുമായി സുനാമി ബാധിതർക്ക് 5000-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകിയാണ് മാതാ അമൃതാനന്ദമയി മഠം മാതൃകയാകുന്നത്. പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ പ്രാപ്തമായതും അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ സഹായിക്കുന്നതുമായ ഈ വീടുകൾ ഒരു കുലുക്കവുമില്ലാതെ ആലപ്പാട്ടിലും അന്യനാടുകളിലും നമുക്ക് ഇന്നും കാണാനാകും. 2004 ഡിസംബർ 26 സുനാമി തിരയെടുത്ത പല ജീവനുകളും ഒന്നിച്ചൊരുമിച്ച് അഴീക്കൽ തീരത്തൊരുക്കിയ മണലാഴങ്ങളിലേക്ക് മറഞ്ഞകന്നപ്പോൾ ഉറ്റവരുടെ വേർപാടിൽ അലമുറയിട്ട് നിന്നവരെ ആശ്വസിപ്പിച്ച് ചേർത്ത് നിർത്തിയ അമ്മ അവശേഷിച്ചവർക്ക് ജീവിതം ഒന്നു മുതൽ ആരംഭിക്കുവാൻ വേണ്ടതെല്ലാം ഒരുക്കി. മാസങ്ങൾ കഴിഞ്ഞ് ക്യാമ്പുകളിൽ നിന്നും മടങ്ങുന്നവരിനി എവിടേക്കെന്ന ചോദ്യത്തിനും അമ്മ ഉത്തരം കണ്ടെത്തി. ഇവിടെ സുനാമിക്ക് ശേഷം അമൃതാനന്ദമയി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനം ഇല്ലായിരുന്നുണ്ടെങ്കിൽ തീർത്തും ഞങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമായി പോയേനെ. കാര്യം ഇന്നും എൻ്റെ വീട് ഇപ്പോൾ 20 വർഷമായി ഒരു ചലനമില്ലാതെ നിൽക്കുന്ന ഒരു വീടെന്ന് പറഞ്ഞത് അമ്മ വെച്ചെന്ന വീട് തന്നെയാണ്. അമ്മയെ സ്മരിക്കാതെ വയ്യ. കാര്യം ഞങ്ങൾ സമയാസമയം പാത്രം കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഭക്ഷണം വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു. ആ കാലഘട്ടങ്ങൾ ഒരിക്കലും മറക്കാം, അമ്മയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് പ്രത്യേക അനുഭവം തന്നെയാണ്. ആലപ്പാട് മാത്രമല്ല, സുനാമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട തമിഴ്നാട്ടിലും അമ്മയുടെ കാരുണ്യത്താൽ വീടുകൾ ഒരുങ്ങി. 4500ഓളം വീടുകളാണ് തമിഴ്നാട്ടിൽ മാത്രം നിർമ്മിച്ചു നൽകിയത്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയും വിധം അടച്ചുറപ്പുള്ള വീടുകളാകണം നിർമ്മിക്കേണ്ടതെന്ന് അമ്മ തീരുമാനിച്ചിരുന്നു. ദുരന്തമെത്തിയാൽ ഒരു ജീവനും നഷ്ടമാകാത്ത വിധമുള്ള വീടുകൾ അമ്മ വിഭാവനം ചെയ്യും. സർക്കാരുകൾ സുനാമി വീടുകൾക്ക് 3,75,000 രൂപ വകയിരുത്തിയപ്പോൾ 4.5 ലക്ഷം രൂപയിലാണ് മാതാ അമൃതാനന്ദമയി മഠം 460 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ നിർമ്മിച്ചത്. ആലപ്പാട് പോലെ വാഹന സൗകര്യം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്തെത്തിക്കുകയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ അമൃതയുടെ സർവ്വസന്നാഹങ്ങളും ചേർന്ന മനുഷ്യച്ചങ്ങല തീർത്ത രാവുകളെ പകലുകളാക്കി നിർമ്മാണ സാമഗ്രികൾ അവിടെ തന്നെ തയ്യാറാക്കി വീടുകൾ ഒരുക്കി. അമ്മ സഹായഹസ്തം നീട്ടി അനുഗ്രഹിച്ച അന്യനാടുകളിലെ ജനതയും ജനപ്രതിനിധികളും പോലും ആലപ്പാട്ടേക്ക് വീടൊരുക്കാനെത്തി. അങ്ങനെ 2005 ഏപ്രിൽ 18 സുനാമി പുനരധിവാസ പദ്ധതിയിലെ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ആദ്യ വീടുകൾ അമ്മ മക്കൾക്ക് സമ്മാനിച്ചു. ആ മഹാദുരന്തത്തിൻ്റെ ഓർമ്മകൾ 2 പതിറ്റാണ്ടിലേക്ക് എത്തുമ്പോഴും അമ്മയുടെ കാരുണ്യത്തിൻ്റെയും ആശ്രമ മക്കളുടെ മെയ്ക്കരുത്തിൻ്റെയും പ്രതീകങ്ങളായി ഈ വീടുകൾ ഇന്നും ആലപ്പാട് ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളിൽ അങ്ങനെ തന്നെയുണ്ട്. സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.